വിജയിച്ചിരിക്കുന്നു നിലമ്പൂർ. നിലമ്പൂരിന്റെ ബാപ്പുട്ടി വിജയ കിരീടം അണിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ തലപ്പൊക്കം ആര്യാടന് മാത്രം എന്ന് പ്രഖ്യാപിക്കുകയാണ് UDF മിന്നുന്ന വിജയത്തോടെ. UDF ക്യാമ്പിൽ ആകെ ആവേശമാണ്. തെരുവുകൾ കീഴടക്കിയാണ്. തുറന്ന വാഹനങ്ങളിൽ യുവജന നേതാക്കളടക്കം ആ ആവേശം ഏറ്റുവാങ്ങാൻ സ്ഥാനാർത്ഥി കൂടി ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. നേരത്തെ നേതാക്കൾ എല്ലാവരും ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അമരമ്പലമടക്കം എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും UDF ആണ് ലീഡ് ചെയ്തത്. അതായത് കരുളായി, അമരമ്പലം അടക്കം LDF ശക്തി കേന്ദ്രങ്ങളും നിലമ്പൂർ നഗരസഭയും അടക്കം 8 തദ്ദേശ സ്ഥാപനങ്ങളിലും ലീഡ് ചെയ്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത്. ആ വിജയം സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. തന്നെ ഏറ്റവും നിർണായകമായത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം അവിടെ ആര്യാടൻ ഷൗക്കത്ത് കൈവരിച്ചിരിക്കുന്നു. UDF-നെ സംബന്ധിച്ച് എക്കാലത്തും അഭിമാനിക്കാവുന്ന വിജയമാണ് നിലമ്പൂരിലേതെന്ന് മാത്രമല്ല 2026 കേളികൊട്ടായി നിലമ്പൂരിൽ പോയ ആർക്കും ഫീൽ ചെയ്യും. അത്ര അധ്വാനിച്ച് നേടിയ വിജയമാണ് UDF-നെ സംബന്ധിച്ച്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അതിഗംഭീരമായ രാഷ്ട്രീയ വിജയങ്ങളിൽ ഒന്നാണ് UDF നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു ബാറ്റിലാണെങ്കിൽ വാർ വരാൻ പോകുന്നതേ ഉള്ളൂ. അത് 2026-ലാണ്.